everyone, welcome back to Salem Learning. SJ ആണ് നമ്മുടെ എക്സാമിനേഷന്റെ ഒരു ആൻസർ ഡിസ്കഷൻ ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. സോ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. 2.5 മണിക്കൂറിന്റെ പരീക്ഷ 80 മാർക്കാണ് നമുക്ക് ചോദിച്ചത് അല്ലെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായതുപോലെ തന്നെ ഒരു പാസേജ് ഉണ്ട്. പക്ഷെ പാസേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരൊറ്റ സെന്റൻസ് അല്ലെങ്കിൽ 2 സെന്റൻസ് തന്നിട്ട് നമ്മളോട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നേരെ നോക്കാം. He was floating on it and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. He had made his first flight എന്ന് പറയുന്ന ആ ഫസ്റ്റ് ലൈൻ ആയിട്ട് നമുക്കറിയാം his first flight ആണ് ചാപ്റ്റർ അല്ലെ. ചോദ്യം ഇതാണ്, who is he referred to here? ആരാണ് ഇവിടെ he എന്ന് പറയുന്നത്? The young seagull തന്നെയാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, which word in the excerpt is more suitable for the word garbage? ഗാർബേജ് എന്ന് പറയുന്ന വേർഡിനോട് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഏതാ നമ്മളത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ് ഇല്ല, around him his family was screaming, praising him, and with their beaks offering him scraps of dogfish. He had made the first flight. അപ്പൊ അതിൽ ഏറ്റവും അതിനോട് യോജിക്കുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രാപ്സ് എന്ന് പറയാം അല്ലെ. സ്ക്രാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും കറക്റ്റ് മീനിങ് കാണുന്നു. കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന വേർഡ് സ്ക്രാപ്സ് തന്നെയാണ്. എന്തിന്റെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ അവശിഷ്ടം എന്ന അർത്ഥത്തിൽ വരുമ്പോൾ നമുക്ക് ഗാർബേജിനോട് തന്നെ ഇവിടെ ഈ ഒരു സെന്റൻസുകളിൽ നമുക്ക് അതിനോട് മാച്ച് ചെയ്യുന്നത് ആ വേർഡാണെന്ന് പറയാം. ഓക്കെ, സ്ക്രാപ്സ്. നെക്സ്റ്റ് വൺ, which word how did the young seagull achieve his first flight? അവന്റെ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണ് അവന് അച്ചീവ് ചെയ്തത്? he made his first flight because of his mother എന്നോ അല്ലെങ്കിൽ he gained confidence. At last he gained confidence and he achieved it by the motivation of his mother, അല്ലെങ്കിൽ from the hunger he made it എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. 2 സെന്റൻസ് എഴുതിയാൽ മതി, 2 മാർക്ക് ഉണ്ട് അതിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 4, കംപ്ലീറ്റ് ദ സെന്റൻസ് സ്യൂട്ടബിളി എന്നാണ്. അപ്പൊ നമുക്ക് ഇഫ് ക്ലോസ് ആണ് ഇവിടെ ഇഫിൽ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇഫ് ക്ലോസിലാണ് ഇവിടെ നമ്മുടെ ചോദ്യം വന്നുള്ളത്. ഇഫ് യു ഹാർഡ് വർക്ക് ഡാഷ് എന്ന് പറയുന്നു. ഇഫ് യു ഹാർഡ് വർക്ക് ഡാഷ് എന്തായിരിക്കും? ഇഫ് യു ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വേർബ് ആണ് നോക്കേണ്ടത്. വർക്ക് ആണ് വേർബ്. ഇഫ് യു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ് അങ്ങനെയാണ്. ഇഫ് യു വർക്ക് ഹാർഡ്, വർക്ക്ഡ് എന്നല്ല, ഹാഡ് വർക്ക്ഡ് എന്നുമല്ല. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇഫ് യു വർക്ക് ഹാർഡ് ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് വില്ല് ക്യാൻ ഷാൽ മേ ആണ് ഉപയോഗിക്കേണ്ടത് എന്നല്ല പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ വിൻ എന്ന് പറയാം, എനിക്ക് എന്തും പറയാം. യു വില്ലോടെ വന്നാൽ മതി. നെക്സ്റ്റ്, ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം. ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം എന്ന് പറയുമ്പോൾ വേർബ് നോക്കുമ്പോൾ റിട്ടൺ ആണ്. അതിന് മുമ്പിൽ ആര് വന്നിട്ട്? ഹാഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാം? തേർഡ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാം. തേർഡ് കണ്ടീഷൻ എന്താ ഉപയോഗിക്കേണ്ടത്? വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെ. വുഡ് ഹാവ്. ഇനി ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം, പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ പാസ്സായേനെ. എന്തായിരിക്കും? യു വുഡ് ഹാവ് പാസ്ഡ്. D3 പാസ് എന്ന് പോരാ, പാസ്ഡ് തന്നെ വരണം. ഇതായിരുന്നു മൂന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. നെക്സ്റ്റ് വീണ്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. While the revision process dash going on, he made his trip to Switzerland. റിവിഷൻ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, റിവിഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പോ ഇവിടെ ഈസ് ആണോ ആണോ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഓൾറെഡി അവര് മെയ്ഡ് ഹിസ് ട്രിപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ്. മെയ്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, മെയ്ക്ക് ആണ് അതിന്റെ പ്രസന്റ് ടെൻസ് അല്ലെ. അപ്പൊ എന്ത് വരൂല? നമുക്ക് ഉറപ്പിക്കാം ഈസും ആറും വരൂല. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഏതേ വരുള്ളൂ? വാസോ വേറോ ആണ് വരാം. പ്ലൂറൽ ആണെങ്കിലാണ് നമ്മൾ വേർ ഉപയോഗിക്കുക. സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ്, എസ് ഫോർ സിംഗുലർ അല്ലെ. എസ് വാസ് ഉപയോഗിക്കുന്നത് സിംഗുലറിലാണ്. ഇവിടെ നോക്കുക, വൈൽ ദ റിവിഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ അല്ലേ, ഒരൊറ്റ കാര്യത്തെ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? വേർ അല്ല, മറിച്ച് എന്താണ്? വാസ് ആണ്. വൈൽ ദ റിവിഷൻ പ്രോസസ് വാസ് ഗോയിങ് ഓൺ, ഹി മേഡ് ഹിസ് ഫസ്റ്റ് ഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ മൈ അഡ്രസ് hundreds of hands dash raised for asking ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറൽ ആണെന്നുള്ളൊരു സംശയമില്ല അല്ലെ. അപ്പൊ പ്ലൂറൽ ആണ്, 100 കണക്കിന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. അപ്പൊ ഈസ് വരില്ല, വാസും വരില്ല. പിന്നെ കോമ്പറ്റീഷൻ ആറോ വേറോ തമ്മിലാണ്. ഇവിടെ ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണെന്ന് കാണിക്കുന്ന റേസ്ഡ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ആറല്ല, ആൻസർ എന്താണ്? വേർ ആണ്. ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വേർ raised എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വൺ, the title of the lecture was a question. Is the end of sight of theoretical physics? Hawking startled his listeners by announcing that he thought it was.
He invited them to join him in a sensational escape through the time and space to find the holy grail of science, the theory that explains the universe and everything that happens in it. എന്ന് പറയുന്ന ചെറിയ ഒരു പാസേജ് എന്നിട്ട് വീണ്ടും ചോദ്യം. ചാപ്റ്റർ നമുക്ക് മനസ്സിലായി ഏതാണ്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ചാപ്റ്റർ ആണ് അല്ലെ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what was the title of the lecture? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. is the end in sight of the theoretical physics എന്നായിരുന്നു ടൈറ്റിൽ തന്നെ. How did Stephen Hawking startle his listeners? Hawking startled his listeners by എങ്ങനെയാ announcing that he thought it was എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൂടെ എഴുതണോ? It was the end of theoretical science. അതതിന്റെ കൂടെ എഴുതിയാൽ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. To find what Stephen Hawking invited his listeners through time and space. എന്ത് കണ്ടുപിടിക്കാനാണ് ലിസണേഴ്സിനെ ക്ഷണിച്ചത്? ടൈം ആൻഡ് സ്പേസിന്റെ ഉള്ളിലൂടെ എന്ത് കണ്ടുപിടിക്കാനാണ്? മിസ്റ്ററീസ് ഓഫ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ എന്താണ് എസ്കേപ്പ് ത്രൂ എസെൻഷ്യൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ് ടു ഫൈൻഡ് ഔട്ട് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. എന്താണത്? ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ്, എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. ഓക്കെ, ഇനി അതിന്റെ അതേ ആൻസർ തന്നെയാണ്. വാട്ട് ഇസ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്? എന്താണ് ഈ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് എന്ന് പറഞ്ഞത്? ഹോളി ഗ്രെയിൽ എന്ന് മാത്രം ചോദിച്ചാണെങ്കിൽ നമുക്ക് പറയാം ജീസസിന്റെ കപ്പാണ് ലാസ്റ്റ് സപ്പറിൽ കഴിച്ചത്. ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് ഇവിടെ എന്താ ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആൻസർ എന്താണ്? ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ഇറ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. The glories of blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hands on kings എന്ന് പറയുന്ന ആ ലൈൻസ്, പോയറ്റിക് ലൈൻസ് എന്നിട്ട് നമ്മുടെ ചോദ്യങ്ങളാണ്. നമുക്കറിയാം ഈ പോം ഏതാണെന്ന് വ്യക്തത നമുക്ക് മനസ്സിലാവും. രണ്ട് പോം നമുക്ക് പഠിക്കാനുള്ളൂ. ഏതാ? ഇഫും മറ്റൊന്ന് ഡെത്ത് ലെവലാണ്. ഇതറിയാം നമുക്ക് ഏതാണ് ഡെത്ത് ലെവൽ. ഇഫിൽ തുടങ്ങുന്നതൊക്കെ ഇഫ് ചോദിച്ചിട്ടാണ്. അപ്പൊ ഇത് ഡെത്ത് ലെവലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഫ്രം വിച്ച് പോയം ആർ ദീസ് ലൈൻസ് ടേക്കൺ? ഏതാണ്? ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ലെവൽ എന്ന് പറഞ്ഞ പോം. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയ്ഡ് ഇൻ ദ ലാസ്റ്റ് ലൈൻ. ലാസ്റ്റ് ലൈനിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്താ നോക്കാം. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. മരണം അതിന്റെ തണുത്ത കൈകൾ വെക്കുന്നു മനുഷ്യന്റെ രാജാക്കന്മാരുടെ മേലെ എന്ന് പറയുമ്പോൾ മരണത്തിൻ്റെത് തണുത്ത കൈയാണെന്ന് പറയുന്നു. കൈയുള്ളത് മനുഷ്യന്മാർക്കാണ്, തണുത്ത കൈകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പേഴ്സോണിഫിക്കേഷൻ ആണ്. ഹ്യൂമൻ ബീങ്സിന്റെ ക്വാളിറ്റി ജീവനില്ലാത്ത മരണത്തിന്റെ തലയിൽ കെട്ടി വെക്കുന്നു അല്ലെ. അങ്ങനെ പറയുന്നതിനോട് നമുക്ക് അതിനെന്ത് പറയാം? യെസ്, അത് പോയറ്റിക് ഡിവൈസ് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണെന്ന് പറയാം. പേഴ്സോണിഫിക്കേഷൻ, ഹ്യൂമൻ ബീങ്ങിന്റെ ക്വാളിറ്റി ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ ക്വാളിറ്റി ആക്കി പറയുമ്പോൾ അതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ പറയും. നെക്സ്റ്റ്, ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ ദ തീം ഓഫ് ദ പോം. പോത്തിന്റെ തീമിനെ കുറിച്ചാണ് ചോദ്യം. നമുക്കറിയാം തീം എന്താണ്? ഈ പോത്തിന്റെ തീം ജെയിംസ് ഷേർലി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതാം. തീം ഇൻ ഡെത്ത് ലെവൽ ബൈ ജെയിംസ് ഷേർലി ആർ ഡെവലപ്ഡ് അറൌണ്ട് ഇൻഎവിറ്റബിലിറ്റി ആൻഡ് ഈക്വാലിറ്റി ഓഫ് ഡെത്ത്. മരണത്തിന്റെ ഒരു എവിറ്റബിലിറ്റി എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഒരു മരണം എന്ന് പറയുന്നത്. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉണ്ടാവും. അതുപോലെ തന്നെ ഈക്വാലിറ്റി ഓഫ് ഡെത്ത്, മരണം എല്ലാവർക്കും ഒരുപോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ എത്ര പണക്കാരനാണെങ്കിലും പാവപ്പെട്ടനാണെങ്കിലും ഒക്കെ അവന് എന്ത് കിട്ടും? മരണം ഉണ്ടാവും. അതാണ് ഡെത്ത് ലെവൽ എന്ന് പറയുന്നത്. The poem asserts that this death comes to all regardless status and nothing can shield one from fate. ആർക്കും വിധിയെ തടക്കാൻ കഴിയില്ല. ഒരു ഷീൽഡ് കൊണ്ട് നടക്കാൻ കഴിയില്ല അല്ലെ. ഇത്രയും മതി. 2 മാർക്കാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടെ പറയാം. ഓൺലി ദ ആക്ഷൻസ് ഓഫ് എ ജസ്റ്റ് ലീവ്സ് എ ലാസ്റ്റിംഗ് പോസിറ്റീവ് ഇമ്പാക്ട് ട്രാൻസെൻഡിങ് ദ ഫൈനാലിറ്റി ഓഫ് ഡെത്ത്. എന്ന് വെച്ചാൽ മരണശേഷം നമ്മൾ ചെയ്ത നന്മകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവിടെ നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ലാസ്റ്റ് ലൈൻസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ കൊടുത്താൽ മനോഹരമായി. നെക്സ്റ്റ്, 15th ക്വസ്റ്റ്യൻ. പ്രിപ്പയർ 3 ഇൻസ്ട്രക്ഷൻസ് ഓൺ മൊബൈൽ ഫോൺ യൂസേജ്. മൊബൈൽ ഫോൺ യൂസേജിന്റെ മേലെ നിങ്ങൾ ഒരു 3 ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. ഡോണ്ട് റിവീൽ യുവർ പാസ്വേഡ് ടു എനിവൺ. ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നത് നിങ്ങൾക്ക് അറിയുമെന്നുള്ളതാണ് നോക്കുന്നത്. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്തും പറയാം അവിടെ. ഡോണ്ട്, പിന്നെയും ഒരു ഡോണ്ട് ചോദിച്ചിട്ടുണ്ട്. ഡോണ്ട് എന്താണ്? മേക്ക് ലോങ് കോൺവെർസേഷൻസ് ഓൺ മൊബൈൽ ഫോൺ, ഇറ്റ് വിൽ ഹേർട്ട് യുവർ ഇയേഴ്സ് എന്നോ കൊടുക്കാം. അല്ലെങ്കിൽ ഡോണ്ട് യു ഷുഡ് കീപ് ദ സെൽ ഫോൺസ് എവേ ഫ്രം ദ ചിൽഡ്രൻ. You should keep away the cell phone away from the children. അത് പറയാം അല്ലെ. നെക്സ്റ്റ്, you shouldn't overuse the earphones. You shouldn't overuse earphones. അല്ലെങ്കിൽ you should turn off the cellular data or Wi-Fi after being used. എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അറിയാലോ. ഈ പറയുന്ന ഫ്രെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഡോണ്ട്, യു ഷുഡിന്റ് എന്ന് പറയുന്ന ഫ്രെയിമിലേക്ക് ആക്കിയിട്ട് കൊടുത്താൽ മതി. അഡ്വൈസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്. 16th ക്വസ്റ്റ്യൻ ഒരു എഡിറ്റിംഗ് ആണ്.
യോ യങ് ഫ്രണ്ട്സ് ലെറ്റ് മീ ഡിസ്കസ് ടു യു എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് കണ്ടാൽ നമുക്കറിയാം ഐ വിൽ ഫ്ലൈ ആണ് ചാപ്റ്റർ. യങ് ഫ്രണ്ട്സ് ലെറ്റ് മീ ഡിസ്കസ് ടു യു, തെറ്റാണ്. ടു യു എന്ന് പറയില്ല, എന്താ വിത്ത് യു എന്നാണ് പറയുക. വിത്ത് യു, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു എന്നാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, I have so far met 15 million youths. കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, ഇല്ല, ഒരു മിസ്റ്റേക്കും കാണുന്നില്ല. യൂത്ത് ഓഫ് എ ഡെക്കേഡ്സ് ടൈം, തെറ്റുണ്ടോ? ഓഫ് എ ഡെക്കേഡ്സ് ടൈം എന്ന് പറയൂല, എന്താ പറയാ? ഇൻ എ ഡെക്കേഡ്സ് ടൈം എന്നാണ് പറയാ, അല്ലെ? ഐ ഹാവ് മെറ്റ് 15 million യൂത്ത് ഇൻ എ ഡെക്കേഡ്സ് ടൈം. 10 വർഷത്തിനുള്ളിൽ എന്നല്ലേ നമ്മൾ പറയാ? 10 വർഷത്തിന്റെ എന്ന് നമ്മൾ പറയില്ലല്ലോ. ഉടേ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഓഫ് ഉപയോഗിക്കുക. ഇൻ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ 10 വർഷത്തിനുള്ളിൽ ഞാൻ 15 മില്യൺ കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ്, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇൻ എ ഡെക്കേഡ്സ് ടൈം എന്ന് പറയുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെ? ഇൻ എ ഡെക്കേഡ്സ് ടൈം എന്ന് പറയുമ്പോൾ ഡെക്കേഡ്സ് അപ്പോസ്ട്രഫി ആണ് അവിടെ. ഡെക്കേഡ്സ് ടൈം എന്നാണ് വേണ്ടത്. ഓക്കെ, ഡെക്കേഡിന്റെ പൊസസീവ് ആണ്. ഡെക്കേഡ്സ് ടൈം. ഐ ലേൺഡ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. എവ്രി യൂത്ത്സ് വാണ്ട് ടു ബി യുണീക്ക്, തെറ്റാണ്. എവ്രി യൂത്ത്സ് എന്ന് പറയൂല, എന്ത് പറയുള്ളൂ? എവ്രി യൂത്ത് എന്ന് പറഞ്ഞാൽ മതി. എവ്രി യൂത്ത്സ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എവ്രി യൂത്ത് വാണ്ട് ടു ബി യുണീക്ക്. അങ്ങനെ 4 മിസ്റ്റേക്ക്, 4 മാർക്ക്. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. എത്ര മാർക്കിനാണെന്ന് നോക്കിയാൽ മതി. 10th സ്റ്റാൻഡേർഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിരുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡാർക്കൺ ചെയ്തിട്ടോ ഒക്കെ ഉണ്ടാവും അവിടെ മിസ്റ്റേക്ക് ഉള്ളിടത്ത്, അല്ലെ? പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ മിസ്റ്റേക്ക് എന്ന്. സോ ടെക്സ്റ്റ് വായന അത്യാവശ്യമാണ്, നന്നായിട്ട് വായിക്കണം. പ്ലസ് എന്ത് മനസ്സിലാക്കുക, 4 മാർക്സിനാണെങ്കിൽ 4 മിസ്റ്റേക്സ് ഉണ്ടാവും. അങ്ങനെ 4 കണ്ടുപിടിച്ചാൽ മതി. റെഡി അല്ലേ? നെക്സ്റ്റ്, 17th one. Jane Hawkins, Stephen Hawking's wife, was major helping hand to Stephen Hawking. She is arriving at your school to inaugurate a science fair. As the editor of your school magazine, ask her for questions, for interview questions. 4 ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനാണ് പറയുന്നത്. നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്, അല്ലെ? ഇന്റർവ്യൂവിൽ എന്തെങ്കിലുമാണ് നമ്മൾ ചോദിക്കുന്നത്. റെലവെന്റ് ആയ ചോദ്യങ്ങൾ ചോദിക്കണം. അതുപോലെ തന്നെ ചാപ്റ്ററുമായി റിലേറ്റഡ് ഒരു കഥാപാത്രമാണെങ്കിൽ അയാളുടെ ചാപ്റ്ററുമായി റിലേറ്റഡ് ചോദ്യങ്ങൾ ഉണ്ടാവണം. എസ്വർണ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒഴിവാക്കുക. ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു എൻഡിങ് ഉണ്ടാവണം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചോദിച്ചാൽ മതി. അവരുടെ ചലഞ്ചസിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ലൈഫിൽ അവർ അനുഭവിച്ചിട്ടുള്ള എന്താ പറയാ സ്ട്രഗിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഹോക്കിങ്സിനെ കണ്ടുമുട്ടിയതിനു ശേഷം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫീലിംഗ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഓപ്പറേഷൻ സമയത്ത് നിങ്ങളാണല്ലോ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തത്, കൺസെന്റ് സിഗ്നേച്ചർ ഇട്ട് കൊടുത്തത്. ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിലൂടെ ഗോ ത്രൂ ചെയ്തിരുന്ന ഫീലിംഗ്സ് എന്തായിരുന്നു? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ചാപ്റ്റർ നന്നായിട്ട് അറിയുന്ന ആൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാം. നെക്സ്റ്റ്, അതുപോലെ അവസാനം എന്താ പറയാ, താങ്ക്സ് ഫോർ റെസ്പോണ്ടിങ്, അല്ലെങ്കിൽ താങ്ക്സ് ഫോർ ഗിവിങ് അസ് സം ഓഫ് യുവർ വാല്യുബിൾ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഷെയറിങ് യുവർ വാല്യുബിൾ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. നെക്സ്റ്റ്, പ്രിപ്പയർ എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡിന്റെ ഒരു ചെറിയ ക്യാരക്ടർ സ്കെച്ച് ആണ്. അടിപൊളിയായിട്ട് എഴുതാം. റെഡിങ് കൊടുക്കുന്നു. ഏത് ചാപ്റ്ററിൽ ആരാണെന്ന് പറയുന്നു? മാഗി. നമ്മൾ ഡിസ്കസ് ചെയ്താണ് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ. അപ്പോൾ മാഗിയുടെ ഓരോ ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നു. അതിനെ സമർത്ഥിക്കുന്ന, ശരിവെക്കുന്ന കഥയിലെ സന്ദർഭങ്ങൾ നമ്മൾ പറയാം. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. During the school tour to Punjab, you met Mr. Gupta. You inquired about Frank's burial place. Prepare a conversation that takes place between you and Mr. Gupta. നിങ്ങൾ ഗുപ്തയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണം, ഒരു എൻഡിങ് ഉണ്ടാവണം. ഓക്കെ, അല്ലാതെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവല്ല വേണ്ടത്. അപ്പോൾ ഇത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ആയിരിക്കണം കോൺവെർസേഷൻ എപ്പോഴും. ഒരാൾ മാത്രം കുറെ സംസാരിക്കുക, മറ്റൊരാൾ ആണോ യെസ് അങ്ങനെയല്ല. രണ്ടുപേരും ഈക്വലി അതെന്ത് ചെയ്യുക, ഒരു ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. 4 മാർക്കിനാണ്, 4 എഴുതിയാൽ മതി. നെക്സ്റ്റ്, the garlands wither on your brow. Yes, then boast no more your mighty deed. Upon the dead's purple altar now, see where the victor wit and bleeds. ഏത് ലൈൻസ് ആണ് നമുക്കറിയാം. അത് ഡെത്ത് ലെവലർ എന്ന അബോധത്തിലാണ്. സോ അതിന്റെ എന്താണ് ഇലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ തീം നന്നായിട്ട് ഒന്ന് ഇലാബറേറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്തെല്ലാമാണെന്ന് പറയേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. പോയത്തിന്റെ തീം തന്നെയാണ്. ഇനി ആ തീം അറിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ തീം പറഞ്ഞു, ആ തീമിന്റെ കൂടെ എന്തും കൂടെ പറയാം. ഈ ലൈൻസ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ലൈൻസിലൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ലാസ്റ്റ് ലൈൻസിനെ പറ്റിയിട്ടൊക്കെ തീം പറഞ്ഞതാണ്. ശേഷം അതിനകത്ത് വരുന്ന പോയറ്റിക് ഡീഡ്സ്, ബ്ലീഡ്സ്, അല്ലെ, ആ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
പോയറ്റിക് ഡിവൈസ് ആണ് എന്ന ഒരു റൈമിംഗ് വേർഡ്സ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, അതേപോലെ അലിട്രേഷൻ ഉണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണോ ഉള്ളത്, ഏത് ലൈൻസ് വരുമ്പോൾ അതെല്ലാം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്ത് വെക്കാനുണ്ട്. തീം എഴുതുമ്പോൾ നിങ്ങൾ ഏത് പോയറ്റ്, പോയറ്റിക് ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ, പോയറ്റിന്റെ തീം, അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസും എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഈ 5 പോയിന്റ്സും ഉറപ്പ് വരുത്തുക, എഴുതുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താ, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് APJ അബ്ദുൽ കലാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ, പക്ഷെ എപ്പോഴും അത് കാണുന്ന ഒരു പ്രൊഫൈലാണ് കേട്ടോ. APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രൊഫൈലാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. പെട്ടിക്കകത്താക്കുന്നു, സംഭവം നമ്മൾ ഹെഡിങ് എഴുതുന്നു, സെന്റൻസുകളിലേക്ക് ആക്കുന്നു, ഡേറ്റിന് മുമ്പിൽ ഓൺ ചേർക്കുന്നു, അതുപോലെ തന്നെ പ്ലേസ് 2 സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്ഥലത്തിന് മുമ്പിൽ, രണ്ടാമത്തെ സ്ഥലത്തിന് മുമ്പിൽ ഇന്ന്, ശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ അതെല്ലാം സെപ്പറേറ്റ് ആക്കി എഴുതുക, ഓരോരോ സെന്റൻസുകളാക്കിയിട്ട് മാറ്റി എഴുതുക. ഡൈഡിന് മുമ്പിലും എന്താ പറയുക, ഡേറ്റ് ആയതുകൊണ്ട് ഓൺ ചേർക്കുന്നു, 2 സ്ഥലങ്ങളുണ്ടായതുകൊണ്ട് അറ്റും ഇന്നും ചേർക്കുന്നു. പരിപാടി വരുന്നു, ഇത്രയേ ഉള്ളൂ. കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻ എഴുതാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ ഒക്കെ അറിയാം നമുക്ക്, കലാമിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. Young boy who asked questions to APJ Abdul Kalam was nervous. You would like to motivate. അവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ എഴുതാൻ, ഇത് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്താണ് ആ ഇമെയിലിന്റെ ഫോമാറ്റ്. അപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയി, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ പറഞ്ഞ പോലെ നമ്മൾ വരച്ചിട്ട് ടു എഴുതുന്നു, CC എഴുതുന്നു. അതുപോലെ തന്നെ ഇനി എന്താ പറയാ, ലെറ്ററിന്റെ പോലെ തന്നെ ബാക്കി നമ്മൾ സബ്ജക്ട് എഴുതുന്നു, ശേഷം ലെറ്ററിന്റെ പോലെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ എഴുതുന്നു. നെക്സ്റ്റ്, the young seagull's mother was sad about her child's failure in flying. Later, she motivated him to fly. Do you think prepare a brief, that the parents are the real force behind our achievements? Prepare a brief note on parenting. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് യൂണിറ്റിനകത്ത് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പാരന്റ്സിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെ. നമ്മുടെ ഒരു സക്സസിൽ പാരന്റ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നോട്ട് വെക്കുക, അതുപോലെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് നോട്ട് വെക്കുക. അത് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി സാധനം ഉണ്ടാവണം നമ്മുടെ. ഓക്കെ, അപ്പൊ അത് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീഫൻ ഹോക്കിംഗ്സ് വാസ് സൂപ്പർനോവ ഓഫ് വേൾഡ് ഓഫ് ഫിസിക്സ്. He came to that level by overcoming his crippled disease. Write a paragraph on Stephen Hawking's disease and his never-ending struggle against it. ചാപ്റ്റർ നന്നായിട്ട് അറിയുന്നതൊക്കെ അത് എഴുതാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ആ അസുഖം വരുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണെന്നും, അത് വന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും, അതുപോലെ തന്നെ പിന്നീട് ലൈഫിൽ അദ്ദേഹത്തിന് ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്നു, അല്ലെ. പിന്നീടും അഡ്വേഴ്സിറ്റീസ് ഇങ്ങനെ കൂടി വരികയാണ്. പക്ഷെ അദ്ദേഹത്തോടൊന്നും അദ്ദേഹം എന്തായില്ല, തളരാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ റിസർച്ചുമായി മുമ്പോട്ടേക്ക് പോകണം. അവരെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഒന്നാമത്തത് അദ്ദേഹത്തിന്റെ ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫ് തന്നെയാണ്, ജെയിൻ ഓസ്റ്റിൻ, അല്ലെ. അങ്ങനെ അവർ മാരി ചെയ്യുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. അദ്ദേഹം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതുന്നു, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അതിന്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു. വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ന്യൂമോണിയ ബാധിക്കുന്നു. ശേഷം അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷനിൽ അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു, പുസ്തകം കംപ്ലീറ്റ് ആക്കുന്നു. ഈക്വലൈസർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഡിവൈസ് ചെയ്തെടുത്ത് ഒരു മറ്റൊരാൾ, അല്ലെ, US-ലുള്ള ഒരാൾ. ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസ് ഇങ്ങനെ ലൈഫ് ലോങ് പോയിക്കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ്, imagine that you are the leader of NSS unit in your school. As part of the Gandhi Jayanti celebration, the NSS unit have decided to clean the Panchayat office compound. Draft a letter to the Panchayat secretary seeking his permission to clean the compound. ലെറ്ററാണ്, ഫോർമൽ ലെറ്ററാണ്. ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് ഒക്കെ നമുക്കറിയാം. എന്താ, ഫ്രം എഴുതുന്നു, ഗ്യാപ്പ് ഇട്ടിട്ട് ഡേറ്റ് എഴുതുന്നു, ഗ്യാപ്പ് ഇട്ടിട്ട് ടു അഡ്രസ് എഴുതുന്നു, ശേഷം നമ്മൾ സബ്ജക്ട് അല്ലെങ്കിൽ സല്യൂട്ടേഷൻ, ശേഷം സബ്ജക്ട്, ശേഷം നമ്മൾ ഒരു ലെറ്ററിന്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്യുക. എന്താണോ ആവശ്യം കാര്യം കൃത്യമായിട്ട് പറയുക. ശേഷം ഒരു പെർമിഷൻ ലെറ്റർ എന്നാണ് സബ്ജക്ട് വരിക, അല്ലെ. ശേഷം നമ്മുടെ എന്താണ്, താഴെ മാർജിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഒരു കൺക്ലൂഡിങ് ലൈന് എന്താണ്, താങ്കിങ് യു, താഴെ യുവർ സിൻസിയർലി, താഴെ നിങ്ങളുടെ പേര്, സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങൾ പെട്ടിയിലാക്കുക. ഇത്രയാണ് നമ്മുടെ ലെറ്റർ. നെക്സ്റ്റ് വൺ, Maggie is working as a typist in the civil service store and earning an insufficient salary. Seeing her pathetic condition, you would like to write a letter to the head of the civil service stores department requesting him to increase her salary. Draft the letter. ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പം നിങ്ങളോട് സിവിൽ സർവീസ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിനോട് ഒരു കത്ത് എഴുതാൻ പറയാണ്, അവളുടെ സാലറി ഒന്ന് ഹൈക്ക് ചെയ്ത് കൊടുക്കാൻ. നേരത്തെ പറഞ്ഞ ലെറ്ററിന്റെ അതേ ഫോമാറ്റ്. അപ്പൊ നിങ്ങൾ പലപ്പോഴും അതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും ഉപയോഗിക്കുക, കാരണം ഓപ്ഷൻസ് ഉണ്ടല്ലോ. സെയിം ഫോമാറ്റ്
ചോദ്യങ്ങളും ആവശ്യങ്ങൾ മാത്രം മാറുന്നേ ഉള്ളൂ. മറ്റൊരു പെർമിഷൻ ആയിരുന്നു, ഇത് ഒരു എന്താ പറയാ റിക്വസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 28 to 30 ഏറ്റവും വലിയ വില പിടിച്ച ചോദ്യങ്ങൾ 2 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. 3 ചോദ്യങ്ങൾ തന്നിട്ട് 8 മാർക്കാണ് ഒരു ചോദ്യത്തിന്. ടോട്ടൽ 16 മാർക്ക് കിട്ടും. യുവർ school's high school section is organizing a particular motivation class for the students who are attending SLC public examination. You're getting a chance to speak on that occasion. Draft a speech to deliver on that occasion. Speech, motivation. പൊളിക്കാം അല്ലെ. ഐ വിൽ ഫ്ലൈന്റെ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിലെ കഥകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താം. 8 മാർക്കിന് ചോദ്യമാണ്. സ്പീച്ചിന്റെ ത്രൂ ഔട്ട് സ്പീച്ചിന്റെ ഫോമാറ്റ് കീപ്പ് ചെയ്യണം. ഓക്കെ, അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇത് ഫസ്റ്റ് പേഴ്സണിൽ പറയണം എന്നർത്ഥം. നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ, October 2 ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഒരു എന്താണ് Gandhi's philosophy and is celebrated then globally rate as violence and increasing rapidly. Gandhi's ahimsa can reduce the rate of violence. Prepare an essay on the Gandhian principles in the മേലെ ഒരു essay എഴുതാനാണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമുള്ളത് ക്വസ്റ്റ്യൻ ഇതാ തോന്നുന്നു. മറ്റേത് സ്പീച്ചാണ്, സ്പീച്ചിന്റെ ഫോമാറ്റ് അത് കീപ്പ് ചെയ്തുകൊണ്ട് എഴുതണം എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് രണ്ടും ഈസിയാണ്, 2 ക്വസ്റ്റ്യൻ ഈസിയാണ്. ഗാന്ധിജിയൻ ചാപ്റ്റർ നന്നായിട്ട് അറിയാമെങ്കിൽ ഗാന്ധിയുടെ അവർ കുറെ ഹിൻസ് തന്നിട്ടുണ്ട്. ചാപ്റ്റർ അറിയില്ലെങ്കിൽ കുറെ ഹിൻസ് തന്നിട്ടുണ്ട്. അത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു എസ് എഴുതിയാൽ മതി. ഹെഡിങ് എഴുതുന്നു, ഓരോ ചെറിയ കുഞ്ഞു പാരഗ്രാഫുകളാകുന്നു. ഓരോ പോയിന്റ് ഓരോ പാരഗ്രാഫ് ആക്കിയാൽ തന്നെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 30th one. Read the poem given below and write a critical appreciation of it. താഴെ തന്നിരിക്കുന്ന പോം വായിച്ചിട്ട് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ തയ്യാറാക്കാനാണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഈ തന്നിരിക്കുന്ന പോയം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ തന്നിരിക്കുന്ന പോം ഏതോ ഒരു നമ്മൾ പഠിച്ച പോയമായിട്ട് ബന്ധമുണ്ട്, അല്ലെ? ഉണ്ട്, ഡെത്ത് ലെവലുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ച പോയത്തെ കുറിച്ചിട്ട് എഴുതുന്നു. കൂടെ തന്നെ ഈ പോയത്തിന്റെ ഒരു ചെറിയൊരു പ്ലോട്ട് എഴുതി വെക്കുക. തീമോ ഓതറെ കുറിച്ച് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുന്നു. ശേഷം അതിന്റെ പോയറ്റിക് ഡിവൈസസിനെ പറ്റി പറയുന്നു. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. അതുപോലെ നമ്മളെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ലൈൻസ്, ഇത് രണ്ടും നമ്മളൊരു കമ്പാരിസൺ, അതുപോലെ തന്നെ ഒരു കൺക്ലൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പൊ ഇഷ്ടം പോലെ എഴുതാൻ കുറെ പോയറ്റിക് ലൈൻസ് അവർ തന്നിട്ടുണ്ട്. ആ പോയറ്റിക് ലൈൻസിനെയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ നമ്മൾ പഠിച്ചുള്ള പോയംസിനെ കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇത്രയാണ് നമ്മൾ എന്താ പറയുന്നത് പ്രിസിഷൻ ഒരുപാട് രീതിയിൽ എഴുതട്ടോ. പ്രിസിഷൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നതുപോലെ എഴുതുക എന്നുള്ളതല്ല. നമുക്ക് അറിയാവുന്ന ഒരു ഫോമാറ്റ്, ആ ഫോർമാറ്റ് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫോമാറ്റ് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ അത് ഹെഡിങ് കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോയറ്റിക് ലൈൻസ്, 2 പോയറ്റിക് ലൈൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു നമ്മുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഫസ്റ്റ് ലൈനോ അല്ലെങ്കിൽ ആദ്യത്തെ 2 ലൈൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് കോട്ട് ചെയ്യാം. എന്നിട്ട് പറയുന്നു ദീസ് ആർ ദ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദ പോം ഡെത്ത് ലെവൽ റിട്ടൺ ബൈ ജെയിംസ് ഷേർലി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോയറ്റിക് ലൈൻസ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പോയറ്റിനെ വരെ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞു. അല്ലെങ്കിൽ ലാസ്റ്റ് ലൈനാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുള്ളത് ലാസ്റ്റ് ലൈൻ ആണെങ്കിൽ ആ ലാസ്റ്റ് ലൈന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എഴുതി വെക്കുന്നു. ശേഷം നമ്മൾ പറയുന്നു ദീസ് ആർ ദ കൺക്ലൂഡിംഗ് ലൈൻസ് ഓഫ് ദ പോയം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈൻസ് ആണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദീസ് ആർ ദ സ്ട്രൈക്കിംഗ് ലൈൻസ്. ഈ ലൈൻസിന് എവിടെ പോകും സാർ, എനിക്ക് ഓർമ്മയില്ല, പേടിക്കണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്. നമ്മൾ ഈ ചാപ്റ്ററിന് 2 ചോദ്യങ്ങൾ ഇതിന് മുമ്പ് ചോദിച്ചു അല്ലെ, അപ്പൊ ആ ലൈൻസ് എടുത്ത് എഴുതിയാൽ മതി. എന്നിട്ട് അതുപോലെ തന്നെ ആ ലൈൻസ് എടുക്കുക, നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ലൈൻസ് പൊക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവരാം, എന്നിട്ട് ആ ലൈൻസ് എഴുതി വെക്കുക, എന്നിട്ട് ആ ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് അറിയാം. ലൈനിൽ എഴുതിയിട്ട് ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഒരു നല്ല ഇമ്പാക്ട് ഉള്ള സാധനമാണ് അപ്രീസിയേഷനിൽ. പോയറ്റിക് ഡിവൈസസിനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ നിങ്ങൾ തീർക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച പോയത്തിൽ നമുക്ക് പോയറ്റിക് ഡിവൈസസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് അറിയാം. മെറ്റഫർ, ഓക്സിമറോൺ അല്ലെ, അതുപോലെ തന്നെ സിമ്പിൾ, ഈ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പേഴ്സോണിഫിക്കേഷൻ ഉണ്ട് അല്ലെ, റൈമിംഗ് വേർഡ്സ് ഉണ്ട്. സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് പറഞ്ഞു വെക്കുക. ശേഷം തന്നിരിക്കുന്ന പോയത്തിൽ നോക്കിയാൽ കാണാമല്ലോ അതിനകത്തുള്ള പോയറ്റിക് ഡിവൈസസ്, അത് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തുക. ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇത്രയുള്ള എന്താ പോയറ്റിക് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതേപോലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് യുണീക്ക് ആയിട്ടുള്ള ആൻസേഴ്സിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു.